ആനപ്രേമികൾക്കെല്ലാം ഒരു ദുഃഖവാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒറ്റക്കൊമ്പന്മാരുടെ പട്ടികയിലേക്ക് ഇനി രാജശേഖരനും. ഗജസഹസ്രാധിപതി നായരമ്പലം രാജശേഖരന്റെ ഒരു കൊമ്പ് നഷ്ടപ്പെട്ടു. നായരമ്പലം ഭഗവതി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് രാജശേഖരൻ. ആന മദപ്പാടിലായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. കൊല്ലംകോടുള്ള തറയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം 2000 കാലഘട്ടത്തിലാണ് രാജശേഖരനെ നായരമ്പലം ഭഗവതി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. രാജശേഖരന്റെ പ്രത്യേകത തന്നെ എടുത്തകന്ന കൊമ്പുകളായിരുന്നു. കേരളത്തിലെ നീരുകാലം ഏറ്റവും കൂടുതലുള്ള ആനകളിലൊരുവനാണ് രാജശേഖരൻ. നീരിൽ നിന്നിരുന്ന ആന ഇന്നലെ രാവിലെയോടെ കൊമ്പുകൾ കൊണ്ട് ചങ്ങല വലിച്ചതിനെ തുടർന്ന് ആനയുടെ ഇടത്തെ കൊമ്പ് ഊരിപ്പോരുകയായിരുന്നു. ചില ആനകൾ മദപ്പാടിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ മണ്ണിൽ കൊമ്പുകൾ കുത്തിക്കയറ്റുന്നതും ചങ്ങല കൊമ്പിന് ചുറ്റി വലിക്കുന്നതും പതിവാണ്. അതുപോലെ തന്നെയാണ് രാജശേഖരനും സംഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇടത്തെ കൊമ്പിന്റെ മേലറ്റത്ത് ഇരുഭാഗങ്ങളിലുമായി രൂപം കൊണ്ട വിള്ളലുകളിൽ നീരിൽ നിൽക്കുന്ന ആനയുടെ ചങ്ങല കുടുങ്ങിയതാണ് കൊമ്പൂരിപ്പോകാൻ കാരണമായതെന്ന് കരുതപ്പെടുന്നു. വെറ്റിനറി ഡോക്ടർ ഗിരീഷിന്റെ നേതൃത്വത്തിൽ കൊല്ലങ്കോട്ടുള്ള ആനയുടെ തറയിൽ വെച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആനയ്ക്ക് വേണ്ട ചികിത്സകൾ നൽകി വരുന്നുണ്ട്. രാജശേഖരൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാജശേഖരന്റെ കൊമ്പ് നിയമാനുസൃതം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തു.